നമ്മളെ ടണ്ട്രയുടെ ഈ ഗ്രില്ല് പാറിപ്പോയി റണ്ണിങ്ങിൽ. അപ്പം നമ്മളത് പോയിട്ടിട്ട് ആ സാധനം ചേഞ്ച് ചെയ്ത് മാറ്റിക്കൊണ്ടുവരാം. സാധനം പിറകിലുണ്ട്. ഇതാണ് വണ്ടി. 5.7 ലിറ്റർ V8. അടിപൊളി സാധനമാണ് കേട്ടോ. പെട്രോൾ കുറേ കുടിക്കുന്നേ ഉള്ളൂ ഇതിൽ. ഫസ്റ്റ് പെട്രോൾ ഇതാണ്, സെക്കൻഡ് അത്, പിന്നെ സൊനാട്ട. അപ്പോൾ നേരത്തെ നമ്മൾ കാഡിക്ക് റിമ്മ് നോക്കാൻ വേണ്ടി പോയില്ലേ, അതേ ഷോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ അകം. കിട്ടുന്ന മൈലേജാണ് ഈ കാണിക്കുന്നത്. 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 16.7 ലിറ്റർ. പിന്നെ വൺ ഓഫ് ദ ഗുഡ് തിങ് അബൌട്ട് ദിസ് കാർ, നമ്മളുടെ സീറ്റിംഗ് പൊസിഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ആ ബസ്സിൽ ഇരിക്കുന്ന ആൾക്കും എനിക്കും സീറ്റിംഗ് പൊസിഷൻ ഒരുപോലെ വരാം. സോ നമ്മൾ വ്യൂ പോയിൻ്റ് എപ്പോഴും ഹൈ ആയിട്ടാണ് വണ്ടിയുള്ളത്. പിന്നെ റോഡ് റെസ്പെക്റ്റ്, അതൊരു വലിയ ട്രക്ക് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പിറകിൽ വന്ന് ഹോൺ അടിക്കുകയോ ശബ്ദമൊക്കെ ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല, മിണ്ടാണ്ടിരുന്നോളും. നിങ്ങളുടെ എല്ലാ വണ്ടിയിലും നിങ്ങൾക്ക് ഈ സാധനം കാണാൻ വേണ്ടി പറ്റും. ഇത് മുസഫയിലെ M9 എന്ന് പറയും. ഈ ഭാഗത്തുള്ള മൊത്തം നമ്മളുടെ വണ്ടികളായിട്ട് ബന്ധപ്പെട്ട സംഭവം. വണ്ടിയുടെ ടയേഴ്സ്, സസ്പെൻഷൻ, പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ. നമ്മൾ പോകുന്ന ഷോപ്പ് ഇതാണ്, അബുഫാദി. ഇതാണ് നമ്മളുടെ സാധനം, ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ. നമ്മൾ രാവിലെ വന്ന് വണ്ടിക്ക് ടയർ നോക്കിയില്ലത് ഇവിടെ തന്നെ വേറൊരു ഷോപ്പാണ്. സോ ടണ്ട്ര 2 ഓപ്ഷൻ ഉണ്ട്. ഇത് TRD ആണ്. നോർമലുള്ളത് വേറൊന്നാണ്. നോർമലായിട്ടുള്ള ടണ്ട്ര വേറെയാണ്. നമ്മൾ വന്നത് ഇത് പാറിയിട്ട് പോയി വേണം ആ ഗ്രില്ലും മാറ്റി. ലാൻഡ് ക്രൂസറിൻ്റെ പിക്കപ്പ് അറാത്ത സാധനമാണ്. ഇത് ദുരന്തങ്ങളാണ് നോക്കിയ. ഒരു ഗ്രില്ലും ഒരിതും മാറ്റാൻ വേണ്ടി ഒരു നോക്കുന്ന ടൈമോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ഗ്രില്ല്. ഈ സാധനം ഇപ്പോൾ يا جماعة يا هذا صدري دي 10 5.7 ലിറ്റർ V8. 5.7 ലിറ്റർ 5700 cc പെട്രോൾ. മൈലേജ് കിട്ടുന്നത് 6 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ അകത്ത്. ഇതെല്ലാം പണി കിട്ടിയത് മിനാത്ത മഴയിലാണ് കേട്ടോ. ഇതെല്ലാം അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല ഒരു സ്നോ ബോൾ ഉണ്ടായിരുന്നു ഒരുപാട്. നമ്മൾ ആലിപ്പഴം എന്ന് പറയാറില്ല അത്.
نبي وراك عد وانا عليك عندك الدوريه خلي يجي بعد يلا تلزمك انت يا പഴയത് ഇത് പുതിയതല്ലേ ഇതാണ് വണ്ടിയുടെ റഡാർ. നമ്മളുടെ ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യുന്ന ഈ സംഭവം لا لا خليها ما يجي هذا اعطيه بس دي 10 تكون مربع കൺട്രോൾ അവിടെ നിന്ന് അയച്ചിട്ട് ഇവിടെ വെച്ചോളാം. ايوه امسك مظبوط ايوه هو رابطه لا انا اجيب لك انا ما يقبل لنا اذا قلت ما يقبل لنا من اول ما يقدر يقول اجلس له انا يقبل يقول اقول لك ഫ്രെയിം കണ്ടേ പോയി. بلاستيك بلاستيك حديد هذا كله حديد ايوه ايوه في حديد مرتين يا سيدي محمد الصاد كله
وين اشرب؟ 12 بوكس. അവിടെ ഉണ്ടായിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്രില്ല് വെക്കും. ഇതിൻ്റെ മുകളിലത്തെ കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സെറ്റ്. തൊട്ടിപ്പത്തൊരു ഇത് ചെറുതും അത് വലുതുമാണ് കേട്ടോ. ഇതിൻ്റെ വലിപ്പമാണ് കാണുന്നത്. ആ ഫ്രണ്ടിലത്തെ മൊത്തം ക്രോം ഒഴിവാക്കിയിട്ട് മൊത്തം ബ്ലാക്ക് ഔട്ട്. നമ്മളെ വണ്ടി ഏകദേശം ആയി. നമ്മളെ ഒരു ക്ലിപ്പ് വാങ്ങിക്കൊണ്ടേ കൊടുത്ത് ചേഞ്ച് ചെയ്തിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ഹെഡ് ലൈറ്റ് കൂടി പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഉഷാറാവും. ഇനി ആ ലൈറ്റൊന്ന് പോളിഷ് ചെയ്യാനുണ്ട്. ഗ്രില്ല് മാറ്റി, അങ്ങനെ ഗ്രില്ലൊക്കെ മാറ്റി. പക്ഷേ പോളിഷ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ തിരിച്ച് എൻ്റെ ഷോപ്പിലേക്ക് തന്നെ പോവാണ്. ഇപ്പം ഞാൻ വണ്ടി ക്രൂസ് കൺട്രോളാണ് ഓടുന്നുള്ളത്. കാരണം റഡാർ ഗ്രില്ലുണ്ടല്ലോ ചേഞ്ച് ചെയ്തുകൊണ്ട് റഡാർ അവർ മാറ്റിയിട്ടിട്ടുണ്ടായി. സോ ഇപ്പോൾ വണ്ടി പോകുന്നുള്ളത് റഡാറിൻ്റെ അകത്താണ്. സോ നമ്മൾ ഈ സ്പീഡ് ചെക്കാക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ പോയിക്കോളും. നമ്മൾ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തൊട്ട് മുമ്പിൽ വണ്ടി വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കും. ഓട്ടോമാറ്റിക് ഇത് തന്നെ ബ്രേക്കിംഗ് ചവിട്ടും. റഡാർ ആക്റ്റീവാണ്. റഡാർ ആക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. സോ ഇതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. 10 മീറ്ററിൻ്റെ മുകളിൽ വണ്ടി വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലത്തെ റഡാറിൽ ഇത് ആക്റ്റീവായിട്ട് നമുക്ക് കാണിക്കും വണ്ടി ഉണ്ടെന്നുള്ളത്. ഇൻ കേസ് നമ്മൾ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തോളും. ചില വണ്ടികളിൽ ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ബ്രേക്കിൻ്റെ, ചില വണ്ടികളിൽ ഓപ്ഷൻസ് ഇല്ല. അത് ക്രൂയിസ് കൺട്രോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ബ്രേക്കിൻ്റെ നോക്കണം. പിന്നെ വൺസ് നമ്മൾ ബ്രേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റഡാർ മോഡിൽ നിന്നും മാറിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ നമ്മൾ മാനുവൽ ഡ്രൈവിംഗ് ഉണ്ടല്ലോ അതിലേക്ക് വരും. എൻ്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. ഫോർ ഇറ്റ് ഇപ്പോൾ സ്ലോ ആയതേ. നല്ല ലൈക്ക് ചവിട്ടി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഇത് പോകും. പക്ഷെ ചവിട്ടാൻ വേണ്ടി പറ്റിയ സ്ഥലം ഇപ്പോഴും ഇവിടെ ഇല്ല. ലിറ്ററിന്റെ പവർ.
ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ യൂസ് ചെയ്യാനും പാടില്ല, അതും അലോഡല്ല. ഞാനിപ്പോൾ വന്ന പോലെ 120-ലും ഈ റോഡിൽ വരാൻ വേണ്ടി പാടില്ല. ഇവിടുത്തെ മാക്സിമം സ്പീഡ് 60 കിലോമീറ്ററാണ്. പക്ഷേ ഇത് നമുക്ക് അറിയാവുന്ന സ്ഥലമായതുകൊണ്ടും ഇവിടെ പോലീസ് ഈ സമയത്ത് ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഈ കളിക്കുന്ന കളിയൊക്കെ. ഇവിടെ റോഡ് നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാണ്, നാട്ടിലെ പോലെ അല്ല. പിന്നെ നാട്ടിലെ പോലെ എൻ്റെ ഇന്നകളുടെ മകനാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. 60 ഇവിടെ സ്പീഡ് ലിമിറ്റ്. 60 എന്ന് പറഞ്ഞാൽ 60 തന്നെയാണ്, 61 വേണ്ടി പാടില്ല. യാതൊരു വിധത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസും ഇവിടെ നടക്കില്ല. അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം. രാജാവിനും നിയമം ബാധകമാണ്, പ്രജകൾക്കും നിയമം ബാധകമാണ്. രാജാവിന് ഒരു നിയമം, പ്രജകൾക്ക് ഒരു നിയമം എന്നുള്ളൊരിത് ഇവിടെ ഇല്ല. സോ നമ്മളുടെ ഓഫീസുകാരൊക്കെ വരുന്നത് M14 ആണ്, മുസഫ M14. മുമ്പ് ഇവിടെ തന്നെയായിരുന്നു ഗരാജും കാര്യങ്ങളൊക്കെ ഉണ്ടായ. ഇപ്പോൾ ഗരാജ് ഷാർജയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. തൽക്കാലം ഇന്നത്തേക്ക് ബൈ ബൈ. ഇന്നത്തെ നമ്മളുടെ പരിപാടി കഴിഞ്ഞ് ക്യാഡിക്ക് റിംസ് നോക്കി കിട്ടിയില്ല. പക്ഷെ ടൺഡ്രയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്ത് ഇനി ആ PPF ചേഞ്ച് ചെയ്തിട്ട്, PPF ഉണ്ടായതുകൊണ്ട് പോളിഷ് ചെയ്യാണ്ടി പറ്റിയില്ല. PPF റിമൂവ് ചെയ്തിട്ട് അത് എവിടെ നിന്നാണോ ചെയ്ത് അവിടെ തന്നെ കൊണ്ടുപോയി റിമൂവ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഹെഡ്ലൈറ്റ് റെസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ക് ടു അവർ പ്ലേസ്. നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. ഓക്കെ, നമ്മുടെ ബെന്റ്ലി വന്നിട്ടുണ്ട് ഇവിടെ.